എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, സീരിയൽ നടീനടന്മാർക്ക് വേണ്ടി കണ്ണുനീരൊലിപ്പിക്കുന്ന നമ്മുടെ മയ്യത്തെങ്ങാനമാ ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, സിനിമാ ലോകത്തിന്റെ പിറകെ പാഞ്ഞു പോയിക്കൊണ്ട് സിനിമാതടൻ വെക്കുന്നത് പോലെ മുടി വെക്കാൻ, സിനിമാതടൻ ധരിക്കുന്നത് പോലെ ഉടുപ്പ് ധരിക്കാൻ, പേന്റ് ധരിക്കാൻ, ചെരുപ്പ് ധരിക്കാൻ, സിനിമാതടൻ നടന്നു പോകുന്നത് പോലെ നടന്നു പോകാൻ വല്ലാത്ത ആഗ്രഹത്തോടെ ജീവിക്കുന്ന എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നാമങ്ങാനം മരണപ്പെട്ടിട്ട് നമ്മുടെ കമയ്യത്ത് ഖബറിന്റെ അടുക്കലേക്ക് കൊണ്ടുചെന്നാൽ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മയ്യത്ത് ആ ഖബറിന്റെ അടുക്കൽ കൊണ്ടുവെക്കുമ്പോ ആ ഖബർ എന്താ വിളിച്ചു പറയുന്നതെന്ന് ഇതുവരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? കുറെ കാലം കൊണ്ട് ഞാൻ കാത്തിരിക്കാൻ എന്നെ കാണിച്ചു തരാമെന്ന് ഖബർ പറയും. അല്ലാഹു നമ്മുടെയൊക്കെ ഖബറുകളെ വിശാലമാക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഖബറുകളെ അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. അങ്ങനെയാ ജീവിക്കേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തെ ഖബറാളികളുടെ കൂട്ടത്തിൽ എണ്ണിക്കിട്ട് വേണം ഇവിടെ ജീവിക്കാൻ. അള്ളാന്റെ റസൂല് പറയുന്നുണ്ട്, ദുനിയാവിനെ നീ വല്ലാതെ ഇഷ്ടപ്പെട്ട അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ നിനക്ക് തരും. ഒരുപാട് പരീക്ഷണം അല്ലാഹുവിന്റെ റസൂല് പറയുക, അന്നസുബഹ മിൻകു വദ്ദുനിയാ അക്ബറ ഹമ്മി അൽസമഹുല്ലാഹു തആല അലാ ഖൽബിഹി അർബഅ ഖിസാൽ. ആരെങ്കിലും ദുനിയാവേ, പണമേ, ആഡംബരമേ, പ്രൗഢിയേ, സുഖമേ എന്ന ചിന്തയോട് ഈ ദുനിയാവിന്റെ തുലിക്കപ്പുറത്ത് ജീവിച്ചു പോയാൽ അവനക്ക് അല്ലാഹു 4 രീതിയിലുള്ള പരീക്ഷണങ്ങൾ കൊടുക്കുന്നതാ. ആരെങ്കിലും ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനക്ക് 4 രീതിയിലുള്ള പരീക്ഷണവും ദൂഷ്യവും കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ. ഇത് കേട്ടതിന് ശേഷം, ഈ ദൂഷ്യങ്ങൾ കേട്ടതിന് ശേഷം നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാ നമുക്ക് അല്ലാഹു ഈ ദൂഷ്യം തരുന്നത്. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂല് നമ്മളോട് പറഞ്ഞു തരികയാ, നീ ദുനിയാവിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ ദൂഷ്യമാ ഹമ്മല്ലാ യൻഖതിഉ മിൻഹു അബദാ. ഒരിക്കലും തീരാത്ത ദുഃഖം അല്ലാഹു നിനക്ക് തരുന്നതാ.